കഴിഞ്ഞ മാസം മിക്ക ഇടവുകളിലും വളരെ ഗംഭീരമായിട്ട് യൂത്ത് ഡേ ആഘോഷങ്ങൾ നടന്നു. പക്ഷെ പല അച്ഛന്മാർക്കും പരാതിയായിരുന്നു, വിചാരിച്ചത്ര യൂത്ത് വരുന്നില്ല, യൂത്ത് പള്ളി കയറുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഡീക്കന്മാർ ക്ലാസ് എടുത്തപ്പോൾ അവരുടെയും പ്രധാനപ്പെട്ട കൺസേൺ നമ്മുടെ യൂത്ത് പള്ളി കയറുന്നില്ല, അവരെങ്ങനെ പള്ളി കയറ്റാൻ പറ്റും? അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളെന്തിനാ അവരെ പള്ളി കയറ്റുന്നേ? പള്ളി അവരുടെ ഉള്ളിലേക്ക് കയറ്റിയാൽ പോരെ. ഇന്നലെ നെയ്യാറ്റിൻകര വ്ളാത്താങ്കര പാരീഷിൽ യൂത്ത് ഒരു പരിപാടി നടത്തി. ഞാൻ പോയിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് യൂത്ത് ഒരുമിച്ച് ചെയ്തത് 75 വിശുദ്ധരെ ലൈവായിട്ട് അവർ പ്രസൻറ്റ് ചെയ്തു. പ്രൊഫഷണലായിട്ട് മേക്കപ്പും ആർട്ട് വർക്കൊക്കെ ചെയ്ത് ഒരു 2 മിനിറ്റ് വെച്ച് ഓരോരുത്തർ ഡിസ്ക്രിപ്ഷനൊക്കെ പറഞ്ഞ് 2 മണിക്കൂറത്തെ പ്രോഗ്രാമാണ്. വേൾഡ് റെക്കോർഡ് കിട്ടി. ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സ് ആ വേദിയിൽ തന്നെ അവർക്ക് സമ്മാനിച്ചു. യൂത്തിനെ പള്ളിക്കയറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് ഇവിടെ കുറച്ച് യൂത്ത് പള്ളി ജനങ്ങളുടെ ഉള്ളിലേക്ക് കൊടുക്കുകയാണ്, വിശുദ്ധരെക്കുറിച്ചുള്ള അറിവിങ്ങനെ കൊടുക്കുകയാണ്. നമ്മൾ പലപ്പോഴും ഈശോനെ കൂടാരത്തിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്, കാര്യങ്ങളെ റിച്വലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. എന്ത് ഗോസ്പലിൽ പത്രോസ് ചെയ്തവരെ മൗണ്ടൻ ടോപ്പ് എക്സ്പീരിയൻസ് കിട്ടിക്കഴിയുമ്പോൾ പത്രോസ് പറയും, നമുക്കിവിടെ 3 കൂടാരങ്ങൾ പണിയാം. മോശയും ഏലിയും ക്രിസ്തുവിനെയും ഒരേ തട്ടിലേക്ക് പത്രോസ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അവിടെയാണ് ദൈവപിതാവ് ഇടപെടുന്നത്. കാരണം ആർക്കു വേണ്ടിയാണോ ഈ മോശയും ഏലിയായും സ്ഥലമൊരുക്കാൻ വന്നത്, ചൂണ്ടിക്കാണിക്കാൻ വന്നേ, അവനോടൊപ്പം ഒരു തട്ടിലേക്ക് പത്രോസ് ക്രിസ്തുവിനെ താത്തുകയാണ്. ഇപ്പോൾ ദൈവപിതാവ് പറയുന്നു, എടാ പത്രോസേ, ഇതെൻ്റെ മോനാടാ, ഈസ് മൈ ബിലവേഡ്. നീ പറയുന്നത് അവൻ കേൾക്കാനല്ല, അവൻ പറയുന്നത് നീ കേൾക്ക്, അല്ല നീ പറയുന്നതല്ല അവൻ കേൾക്കണ്ടേ. അതിനുശേഷം 3 ശിഷ്യന്മാരെ വിളിച്ച് ഈശോ മലയിൽ നിന്ന് താഴേക്കിറങ്ങാണ്. അവിടെ ഒരുപാട് ആവശ്യങ്ങളായിട്ട് ജനങ്ങൾ കാത്തിരിക്കുന്നുണ്ട്, രോഗികളുണ്ട്. അപ്പോൾ പള്ളി അവരിലേക്ക് ഇറങ്ങിയവരാണ്. നമ്മൾ ഈ എല്ലാ മനുഷ്യരെയും വിളിച്ച് മലയിലേക്ക് കയറേണ്ട കാര്യമൊന്നുമില്ലെന്നേ. നമുക്ക് ക്രിസ്തുവിനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കിക്കൊണ്ടുവരാം. അപ്പോൾ പള്ളി അവരുടെ ഉള്ളിലാവും.